ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ചൂടായിട്ടൊരു സൂപ്പ് കഴിച്ചാലോ? ഈ സൂപ്പിൽ ഞാൻ ചേർത്തിരിക്കുന്നത് ബ്രോക്കോളിയും ചിക്കനുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 150 ഗ്രാം വെയിറ്റ് വരുന്ന ഒരു ബ്രോക്കോളിയാണ് എടുത്തിരിക്കുന്നത്, ചെറിയൊരു ബ്രോക്കോളി. അപ്പോൾ അത് ആദ്യം അതിൻ്റെ തണ്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയ ശേഷം നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഒരു പാത്രത്തിൽ ഇതുപോലെ വെള്ളം തിളപ്പിക്കുക. നമ്മുടെ ബ്രോക്കോളി കഷ്ണങ്ങൾ മുങ്ങി നിന്നൊന്ന് തിളയ്ക്കാൻ പാകത്തിന് വലിപ്പമുള്ള പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് അതിലൊരു അല്പം ഉപ്പ് ചേർത്തൊന്ന് തിളപ്പിക്കുക. എന്നിട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ബ്രോക്കോളി കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്ത് ഒന്ന് തിളച്ച് ഒരേ ഒരു പ്രാവശ്യം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അതിന്ന് കോരി മാറ്റി ഒരു പാത്രത്തിലോട്ട് എടുത്ത് വയ്ക്കാം. നമ്മുടെ സൂപ്പിലേക്ക് ചേർക്കാനായിട്ട് ഞാനൊരു വൈറ്റ് സോസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ സൂപ്പ് ഒന്ന് ക്രീമി ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക്, ഒരു പാനിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തു. അതിൽ 1 ടീസ്പൂൺ ഗോതമ്പ് മാവ് ചേർത്ത് കൊടുത്തു. നിങ്ങൾക്ക് മൈദയും ഉപയോഗിക്കാം. അതൊന്ന് നന്നായിട്ട് മൂപ്പിക്കുക. ഒരു 40 സെക്കൻഡ് വരെ ഇങ്ങനെ മൂപ്പിച്ച ശേഷം 1 കപ്പ് പാല് ചേർത്ത് കൊടുത്ത് വളരെ ചെറിയ തീയിൽ അല്ലെങ്കിൽ സ്റ്റൗവിൽ നിന്നൊന്ന് മാറ്റിയ ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിൽ ആവശ്യമുള്ള ഉപ്പും പെപ്പറും ചേർത്ത് കൊടുക്കാം. ഞാൻ 1/4 സ്പൂൺ വീതമാണ് ചേർത്തിരിക്കുന്നത്. നമ്മൾ സൂപ്പിൽ ഉപ്പ് ചേർക്കുമല്ലോ, അപ്പോൾ ഇപ്പോൾ ഇത് മതി. ഒരു 5-6 മിനിറ്റ് ഇങ്ങനെ ഇളക്കിയ ശേഷം വൈറ്റ് സോസ് ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഒരു പാത്രത്തിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ബട്ടർ ഇടുക. അതൊന്ന് മെൽറ്റായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം, അരിഞ്ഞത്. വെളുത്തുള്ളി ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അതിൻ്റെ ഫ്ലേവർ, അതാണ് ഞാൻ കൂടുതൽ ചേർക്കുന്നത്. നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ ഫ്ലേവർ കുറച്ച് മതി എന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. പിന്നെ 1/2 കപ്പ് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റുകയാണ്. ഇനി നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രോക്കോളി ചേർത്ത് കൊടുക്കാം. നമ്മളിത് തിളച്ച വെള്ളത്തിൽ എന്തിനാണ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ചെറിയ പുഴുക്കളോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊടിയോ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടാനാണ്. ഇനി നമുക്ക് 100 ഗ്രാം ചിക്കൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും ചേർത്ത് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് വഴറ്റാം. ഏകദേശം 5 മിനിറ്റ് സമയം നമ്മളൊന്ന് വഴറ്റിയെടുക്കാം. 5 മിനിറ്റിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ തക്കാളി പേസ്റ്റ്, അതായത് വെറുതെ തക്കാളി ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ്, അത് 2 ടേബിൾ സ്പൂൺ അളവിന് ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് വഴറ്റുകയാണ്. ഇനി നമ്മളിതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളം ചേർത്ത ശേഷം ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത ശേഷം മൂടി വെച്ച് വേവിക്കാം. പത്ത് മിനിറ്റ് സമയം വെന്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ചിക്കനും ബ്രോക്കോളിയും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അത് വെന്തോന്ന് അറിയാനായിട്ട് ഇതുപോലെ ഒരു കഷ്ണം ബ്രോക്കോളിയും ഒരു കഷ്ണം ചിക്കനും എടുത്തിട്ട് കത്തി കൊണ്ടൊന്ന് പതുക്കെ കട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അത് സോഫ്റ്റായിട്ട് കട്ടാവുന്നുണ്ടെങ്കിൽ അത് വെന്തോന്ന് നമുക്ക് മനസ്സിലാവും. നിങ്ങൾക്കിപ്പോൾ കാണാം, ഇത് വളരെ സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ചിക്കനും ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിരുന്നത് കൊണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന വൈറ്റ് സോസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. സൂപ്പ് നന്നായിട്ട് ക്രീമി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വൈറ്റ് സോസ് പ്രിപ്പയർ ചെയ്ത് ചേർത്താൽ മതി. ക്ലിയർ സൂപ്പ് മതിയെങ്കിൽ ഇപ്പോൾ കാണിച്ച സ്റ്റെപ്പ് വരെ ഒന്നും കൂടി തിളപ്പിച്ച് ഇറക്കി നമുക്ക് ആവശ്യമുള്ള പെപ്പറും ഉപ്പും അഡ്ജസ്റ്റ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ വൈറ്റ് സോസ് ഞാനിവിടെ കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് പിന്നെ ഞങ്ങൾക്കും താല്പര്യം കുറച്ച് ക്രീമി സൂപ്പാണ്. അപ്പോൾ അതുകൊണ്ടാണ് വൈറ്റ് സോസ് ചേർത്തത്. കുറച്ചും കൂടെ പെപ്പറും ഉപ്പും ഒക്കെ ഉണ്ടെങ്കിലല്ലേ സൂപ്പിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ പെപ്പർ പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൽ ക്രഷ് ചെയ്ത പെപ്പർ നിങ്ങൾക്ക് ചേർക്കാം, വൈറ്റ് പെപ്പറും ചേർക്കാം. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഒന്ന് മൂടി വെച്ച് ഒരേ ഒരു തിള വരുന്ന വരെ നമ്മളൊന്ന് തിളപ്പിക്കാം. അതോടുകൂടി നമ്മുടെ സൂപ്പ് സെർവ് ചെയ്യാൻ റെഡിയാവും. അങ്ങനെ നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള പക്ഷേ വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രോക്കോളിയും ചിക്കനും ഇട്ട സൂപ്പ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കാനാണ് രസം. മഴക്കാലത്തൊക്കെ ഇങ്ങനെ ഒരു സൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫാമിലിയുമായിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ നല്ല രസമാണ്.
നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ സൂപ്പ് റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊന്ന് ഷെയർ ചെയ്യണം. ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ദയവായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ അടുത്തുള്ള ബെൽ ഐക്കണും ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചോട്ടെ. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് കാണുന്നവരെ ബൈ.